അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസിന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്തും അതുപോലെ തന്നെ ഒരു ദിക്റും അത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. അത് നിങ്ങൾക്ക് തന്നെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ലോകം മുഴുവനും നിങ്ങളുടെ ആ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണെങ്കിലും ഈ കാര്യം നിങ്ങൾ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്കത് നിറവേറിക്കിട്ടുന്നതാണ്. അത്രക്കും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ നാം എല്ലാവരും ഉറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ് എന്നുള്ളത്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ച പല വസ്തുക്കൾക്കും അല്ലാഹു ചിലതിനേക്കാൾ വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നൽകിയിട്ടുണ്ട്. യുഗങ്ങൾ തമ്മിൽ പോലും പദവികളുടെ കാര്യത്തിൽ അന്തരമുള്ളതായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാസങ്ങൾക്കിടയിലും ചില ദിവസങ്ങൾക്കിടയിലും സ്ഥാന വ്യത്യാസങ്ങളുള്ളത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ മാസം പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെയും പാപമോചനം ലഭിക്കുന്നതിൻ്റെയും മാസമായതുകൊണ്ട് തന്നെ ആ മാസം വലിയ മഹത്വമുള്ള വലിയ പവിത്രതയുള്ള മാസമാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജാഹിലിയ്യ കാലത്തും തുടർന്ന് പരിശുദ്ധ ഇസ്ലാമിലും വലിയ ശാന്തിയുടെ മാസമാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു പോന്ന മാസങ്ങളാണ് പരിശുദ്ധമായ മുഹറം മാസം, റജബ് മാസം, ദുൽഖഅദ്, ദുൽഹിജ്ജ മാസങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ 4 മാസത്തിലും ഏറ്റവും വലിയ പ്രാധാന്യം, വലിയ മഹത്വങ്ങളുള്ളത് ഈ മുഹറം മാസത്തിനാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാസമായതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ യുദ്ധം ഹറാമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസത്തിൽ ഒരിക്കലും ശത്രുക്കളുമായിട്ട് പ്രശ്നങ്ങൾക്കോ മറ്റു പ്രശ്നങ്ങൾക്കോ ഒന്നും തന്നെ പോകരുത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ വലിയ അച്ചടക്കവും സമാധാനാന്തരീക്ഷവും വലിയ അനുസരണയും പ്രകടിപ്പിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം അത് അള്ളാഹുവിൻ്റെ മാസമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം എന്നാണ്. പ്രധാനമായിട്ടും നിങ്ങൾ ഈ മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ 10 സുന്നത്ത് നോമ്പുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കണം. കാരണം വലിയ മഹത്വമുള്ള സുന്നത്ത് നോമ്പാണ് അത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, നബിയെ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും നോമ്പെടുക്കാൻ പറ്റിയ നല്ല മാസം ഏതാണ് എന്ന്. അപ്പോൾ ആ മനുഷ്യനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ മുഹറം മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ 10 നോമ്പ് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കുക. കഴിയുന്നതും നിങ്ങൾ ഈ മുഹറം മാസത്തിലെ മുഴുവൻ നോമ്പും നിങ്ങൾ നോൽക്കാൻ ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് നൽകുക. അതായത് മുഹറത്തിലെ ഓരോ നോമ്പുകൾക്കും സാധാരണ ദിവസത്തിലെ 30 നോമ്പുകളുടെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്തുകൾ എടുക്കുക, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് ചോദിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്തും ഈ ദിക്റും നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഈ ആദ്യത്തെ 10 തന്നെ ചെയ്തു തീർക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല
വലിയ പദവിയുണ്ട് എന്ന്, വലിയ പ്രാധാന്യമുണ്ട് എന്ന് സത്യം ചെയ്തു പറഞ്ഞ ദിവസങ്ങളാണ് ഈ മുഹറം മാസത്തിലെ ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ. അപ്പോൾ ഈ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്തുൽ ഫത്ഹ് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ധാരാളം നേട്ടങ്ങളും ഗുണങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് നേട്ടങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളും ദുരിതങ്ങളും പ്രതിസന്ധികളും എല്ലാം ഈ സൂറത്ത് ഓതിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് മാറ്റിത്തരും. നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും നൽകും. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സൂറത്ത് ഓതിയാൽ നിങ്ങളുടെ ആവശ്യം ഉറപ്പായിട്ടും നിറവേറിക്കിട്ടും. അള്ളാഹു സുബ്ഹാനഹു തആല അത് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച ദൃഢവിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ സൂറത്ത് ഓതാൻ. ഇങ്ങനെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ സൂറത്ത് ഓതുന്നത് എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടിയും നല്ല ഇഖ്ലാസോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആ ആവശ്യം നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ്. ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട് വേദനയും പ്രയാസവും അനുഭവിക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരും ഈ സൂറത്ത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ രോഗങ്ങൾ പെട്ടെന്ന് മാറ്റിത്തരുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആ കടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീടി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പിന്നീട് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും അല്ലാഹു നൽകുകയില്ല. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകില്ല. നല്ല മനസ്സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഞാൻ എന്നും വീഡിയോയുടെ കമൻറ്റ് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, ധാരാളം സഹോദര സഹോദരിമാർ വർഷങ്ങളായിട്ടുണ്ടാകും അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് വലിയ വിഷമം അനുഭവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നല്ല സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുന്നതാണ്. അള്ളാഹുവെ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്ത എല്ലാ സഹോദര സഹോദരിമാർക്കും നല്ല ആരോഗ്യമുള്ള, ഒരു അവയവങ്ങൾക്കും കുറവില്ലാത്ത, നല്ല ബുദ്ധിയുള്ള, നല്ല സ്വാലിഹത്തായ സന്താനങ്ങളെ നീ നൽകണേ റബ്ബേ. ഇനി സ്വന്തമായിട്ട് വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അവർ ആഗ്രഹിച്ചതുപോലെയുള്ള നല്ല സൗകര്യമുള്ള വീട് അവർക്ക് ലഭിക്കും. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല ജോലി അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകും. കല്യാണം ശരിയാകാതെ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും അവരുടെ പല ആഗ്രഹങ്ങളും പല സ്വപ്നങ്ങളുമൊക്കെ മനസ്സിലൊതുക്കിക്കൊണ്ട് അവരുടെ ഭാവികാല ജീവിതങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് വലിയ വിഷമത്തോടുകൂടി പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും ഈ സൂറത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണയെ അല്ലാഹു നൽകുന്നതാണ്.
അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ പറ്റിയ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ഈ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് 41 പ്രാവശ്യമാണ്. ഇത് നിങ്ങൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഓതി തീർക്കേണ്ട ആവശ്യമില്ല. കഴിയുന്നതും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധമായ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ തന്നെ ഓതി തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ഈ സൂറത്ത് 41 പ്രാവശ്യം ഓതി തീർത്തതിൻ്റെ ശേഷം നിങ്ങൾ ഒരു ദിക്റും കൂടി ചെല്ലാനുണ്ട്. ആ ദിക്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ദിക്റ് നിങ്ങൾ 486 പ്രാവശ്യം ചൊല്ലുക. അതായത് സൂറത്തുൽ ഫത്ഹ് 41 പ്രാവശ്യം ഓതിയതിന് ശേഷം നിങ്ങൾ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ നിങ്ങൾ 486 പ്രാവശ്യം ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് വിജയിപ്പിക്കുന്നവൻ, വിജയിപ്പിച്ച് തരുന്നവൻ എന്നൊക്കെയാണ്. ഈ ഇസ്മ ജീവിതത്തിൽ ധാരാളമായിട്ടും പതിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിറവേറി കിട്ടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആവശ്യം വെറും 7 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾക്ക് നിറവേറി കിട്ടില്ല എന്ന് കരുതിയ കാര്യങ്ങളും ലോകം മുഴുവനും നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾക്കത് നടക്കില്ല എന്ന് വിളിച്ച് പറഞ്ഞാൽ പോലും നിങ്ങൾ ഈ കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്കത് നിറവേറ്റിത്തരുന്നതാണ്. നമുക്കറിയാം എത്രയോ ആളുകളുണ്ട് എല്ലാ അറിവുകളുമുള്ള, എല്ലാ കഴിവുകളുമുള്ള, ജീവിതത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പിച്ച പല ആളുകളുമുണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുന്നവർ. എന്നാൽ അധികം കഴിവുകളൊന്നുമില്ലാത്ത, ജീവിതത്തിൽ പരാജയപ്പെടും എന്ന് നമ്മൾ കരുതിയ ധാരാളം ആളുകൾ ജീവിതത്തിൽ വിജയിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതിനൊക്കെയും കാരണം എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെയാണ് നടക്കുക. അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും സ്വലാത്തുകൾ ചൊല്ലിയിട്ടുമൊക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ഈ മുഹറം മാസത്തിൽ തന്നെ എല്ലാവരും മറക്കാതെ ചെയ്യുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.